നമസ്കാരം. മാത്ത് വി ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെക്ചറർ ഇൻ പോളിടെക്നിക് എന്ന് പറഞ്ഞ ഒരു പരീക്ഷ അല്ലെ, പല സബ്ജക്റ്റുകളിലായിട്ട് വരാൻ പോവാണ്. കേരള PSC നടത്തുന്ന അതിൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു 10 മാർക്കിന്റെ പോർഷൻ ഉണ്ട് അല്ലെ. +2 മാത്തമാറ്റിക്സും +1 +2 മാത്തമാറ്റിക്സ് ആണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു ടോപ്പിക്കിന്റെ ആ സിലബസ് എന്താണ് എന്നും അതുപോലെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം എന്നും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടുന്ന ഒരു സെഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ലെക്ചറർ ഇൻ പോളിടെക്നിക്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലെക്ചറർ പോസ്റ്റിനുള്ള പരീക്ഷയാണ്. ഇത് കലണ്ടർ ഡേറ്റ് ഏകദേശം ഒക്ടോബറിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക്സിന്റെ ഒക്കെ എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്ന എല്ലാ സബ്ജക്റ്റും, ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ എല്ലാ പോസ്റ്റുകളിലും ലെക്ചറർ ഇൻ പോളിടെക്നിക്കുകളിലൊക്കെ വരുന്ന ഒരു 90% വരുന്ന ഒരു പോർഷനാണ് ടെക്നിക്കൽ മാത്തമാറ്റിക്സ്. അപ്പൊ ആ ടെക്നിക്കൽ മാത്തമാറ്റിക്സിന്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. 10 മാർക്കിനാണ് ഈ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ചോദിക്കുക. അപ്പൊ ഇതിൽ മെട്രിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അതിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മെട്രിക്സ്, അതിന്റെ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ അഡ്ജോയിന്റ് ഇൻവേഴ്സ്, അതായത് +2 ടെക്സ്റ്റ് ബുക്കിലെ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുക. പ്ലസ് കുറച്ച് എൻട്രൻസിന്റെ പോയിന്റ്സും കൂടെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് മൊഡ്യൂൾ മെട്രിക്സ്, ഫസ്റ്റ് ടോപ്പിക് മെട്രിക്സ് അവിടെ സെറ്റ് ആണ്. പിന്നെ വരുന്നത് ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസിൽ ഇവാലുവേഷൻ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനും അതിന്റെ പ്രോപ്പർട്ടീസും പിന്നെ മൈനറും കോഫാക്ടറും അതുപയോഗിച്ചുകൊണ്ട് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള, അതും +2 തന്നെ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളാണ്. കുറച്ച് ഡിഗ്രി ലെവലൊന്നും ഇല്ല, പക്ഷെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ കുറെ ടെക്നിക്സും കുറെ മെത്തേഡ്സും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ PSCയുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ ഈ ഡിറ്റർമിനൻസും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ബൈനോമിയൽ സീരീസ് ആണ്. നമ്മൾ +1 പഠിച്ചിട്ടുള്ള ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്, ബൈനോമിയൽ സീരീസ്, അതിനകത്ത് എക്സ്പാൻഷൻ ഉണ്ട് സീരീസിന്റെ. കുറച്ചും കൂടെ നമ്മൾ ബിടെക്കിനൊക്കെ പഠിച്ച ബൈനോമിയൽ സീരീസിന്റെ കുറച്ച് എക്സ്പാൻഷൻസ്, വലിയ എക്സ്പാൻഷൻസ് ഒക്കെ ഉള്ള ചില ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈനോമിയൽ സീരീസിന്റെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ബൈനോമിയൽ തിയറം, അതിൽ ജനറൽ ടേമും മിഡിൽ ടേമും ഒക്കെ വരുന്ന ആ ഒരു ടൈപ്പും പിന്നെ ഇൻഫൈനൈറ്റ് സീരീസും ഒക്കെയാണ് ഇതിനകത്ത് ചോദിക്കുക. അതാണ് ബൈനോമിയൽ സീരീസ് എന്ന് പറയുന്നത്. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അത്യാവശ്യം ട്രിഗ്നോമെട്രി നമ്മൾ +1 പഠിച്ച ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും, അതിന്റെ ആംഗിളിന്റെ സൈന്, ക്വാഡ്രന്റ് വൈസ് സൈന്, പിന്നെ വാല്യൂസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ്, അതുപോലെ ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ്, സം, ഡിഫറൻസ് പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുമല്ലോ. ആ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ സാധാരണ പോളിടെക്നിക് ലെക്ചറർ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതും നമ്മൾ +1ഉം +2 പിന്നെ ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇൻവേഴ്സ് നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രിയുടെ ബിടെക്കിനൊക്കെ പഠിച്ച നിങ്ങൾ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് കിട്ടും. എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ട്രിഗ്നോമെട്രി ഒക്കെ അതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് 4ാമത്തെ ടോപ്പിക്. 5ാമത്തെ ടോപ്പിക് വരുന്നത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതും +1 ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്, അതൊരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ +1 പഠിക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് ഇതും. ഇക്വേഷൻ ഓഫ് ലൈൻ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, കണ്ടീഷൻ ഫോർ 2 ലൈൻസ് ടു ബി പെർപെൻഡിക്കുലർ, പാരലൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കേസസ്, ജനറൽ ഫോം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അതിന്റെ കുറെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി, ലൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്, എന്നാൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരുന്ന ഒരു ഭാഗമാണ് ഈ കോർഡിനേറ്റ് ജോമെട്രി. പിന്നെ ആസ് യൂഷ്വൽ ഡിഫറൻസിയേഷൻ ആണ് 6ാമത്തെ ടോപ്പിക്. ഡിഫറൻസിയേഷനിലെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ പഠിക്കണം. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഇക്വേഷൻ ഓഫ് ടാൻജൻസ് ആൻഡ് നോർമൽസ്, മാക്സിമം മിനിമം ഓഫ് ഫംഗ്ഷൻസ്, അതും പഠിക്കണം. ലിമിറ്റ് നമ്മൾ നന്നായിട്ട് നോക്കണം. അതിനകത്ത് പല ടൈപ്പ് ലിമിറ്റ് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ +1 അല്ലെങ്കിൽ +2 ടോപ്പിക്കുകൾ മാത്രമല്ല, അത്യാവശ്യം നല്ല
ഹയർ ലെവൽ ലിമിറ്റ്സ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് PSC റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് പഠിക്കണം. ഡെറിവേറ്റീവ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ +1 +2 നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ടാൻജൻസ് നോർമൽസും മാക്സിമം മിനിമയും ഒക്കെ അവിടെ നിങ്ങൾക്ക് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാൽക്കുലസിൽ വരുന്ന ഡിഫറൻസിയേഷൻ. പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻസ്, ഇന്റഗ്രേഷൻ എല്ലാ ടൈപ്പ്, അതായത് നമ്മൾ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിക്കുന്നുണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പഠിക്കുന്നുണ്ട് അല്ലെ. ഈ മെത്തേഡ്സും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഡെഫിനിറ്റും പഠിക്കണം, ഇൻഡെഫിനിറ്റും പഠിക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡെഫിനിറ്റ് ഇന്റഗ്രൽസും പഠിക്കണം, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസും നമ്മൾ അതിനകത്ത് പഠിക്കണം. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ആണ് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. അതിൽ ഏരിയ അണ്ടർ കർവ് എക്സ് ആക്സിന്റെ വൈ ആക്സിസിലേക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം അത് ഒരു ലൈനിന്റെയും കർവിന്റെ ഇടയിലുള്ള ഏരിയ, രണ്ട് കർവുകൾക്കിടയിലുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് 3 കാറ്റഗറി ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. വാരിയബിൾ സെപ്പറബിൾ ഫോമും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനുമാണ് അതിനകത്ത് നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലൊക്കെ എപ്പോഴും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒക്കെ ചോദിക്കാറുള്ളതാണ്. അതും നമ്മൾ നോക്കണം. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിൽ തന്നെയാണ് എന്ത് വരുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും. ഇതൊക്കെ +1 +2 ടെക്സ്റ്റ് ബുക്കും ഒരു എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. നന്നായിട്ട് പഠിച്ചാൽ 10 മാർക്കും നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ തവണ നടന്ന ഒരു പരീക്ഷയുടെ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ ഏത് ലെവലിലാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഇതൊക്കെ +1ന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന ചോദ്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x raised to n minus 2 raised to n by x square minus 2 2 square 2 raised to 4 എന്ന് പറഞ്ഞാൽ 2 square അല്ലെ. അത് 20 ആണെങ്കിൽ എന്താണ് n? അത് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ത് ഇക്വേഷനാണ് പഠിക്കുന്നത്? m by n into a raised to m minus n എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ n എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ m ആയിട്ട് എടുക്കുക, ആൻഡ് n എന്ന് പറയുന്നത് 2 ആയിട്ടും ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് നോർമൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ടാൻജൻസ് ആൻഡ് നോർമൽസിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. പിന്നെ ഇന്റഗ്രേഷൻ, ഇത് ഒരു ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമുല e⁻x into f(x + f') വരുന്ന ആ ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇതും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ +2 ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതും അതുപോലെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ചോദിക്കും എന്ന് പറഞ്ഞു. ഇത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാണ്. പിന്നെ മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റിന്റെയും ഒക്കെ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവും. ബൈനോമിയൽ എക്സ്പാൻഷനിൽ വരുന്ന ചോദ്യം വരുന്നുണ്ട് 8ാമത്തത്. പിന്നെ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവേഴ്സ് നിങ്ങൾ നോക്കണ്ടാണ്. ഇൻവേഴ്സ് നോക്കിക്കോളൂ. ടാൻ ഇൻവേഴ്സ് വരുന്ന ചോദ്യം. അപ്പൊ +1ന്റെ ട്രിഗ്നോമെട്രിയും +2ന്റെ ട്രിഗ്നോമെട്രിയും നിങ്ങൾ നോക്കണം കേട്ടോ, മറന്നു പോയത്. പിന്നെ നമ്മൾ പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനിലെ ചോദ്യം. അപ്പൊ +1ലെ ട്രിഗ്നോമെട്രി നോക്കണം, +2ന്റെ ട്രിഗ്നോമെട്രി നോക്കണം. ട്രിഗ്നോമെട്രി അത്യാവശ്യം നമ്മുടെ സിലബസിനകത്ത് ട്രിഗ്നോമെട്രിയിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, ഒന്നും പറയുന്നില്ല അല്ലെ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്നേ ഇല്ല. പക്ഷെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ എക്സാംസിന്റെ 10 മാർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മാത്വി ലേണിംഗ് ആപ്പിൽ നമ്മൾ ലെക്ചറൽ പോളിടെക്നിക് പരീക്ഷയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങളെ നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ കംപ്ലീറ്റ് കോഴ്സാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് മാത്സ് ഉണ്ടാവും, ഇലക്ട്രോണിക്സിന്റെ എല്ലാ ടോപ്പിക്കുകളും ഉണ്ടാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ആളുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ ക്ലാസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.